ശ്രീ അനിൽകുമാർ, ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ അത് ജാതിയും മതവും തിരിച്ച ആളുകളെ കാണുകയല്ല. കോൺഗ്രസിൻ്റെ മതേതര നിലപാടുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന വലിയ ചർച്ചയും മറ്റും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല പോകും. ആ പ്രശ്നം മുസ്ലിം സമുദായത്തിൽ ആകെ ഉണ്ടാക്കിയിട്ടുള്ള അതൃപ്തി, കോൺഗ്രസ് നിലപാടിനുള്ള അതൃപ്തി തെരഞ്ഞെടുപ്പിലെ ഒരു ഘടകമാണോ? UDF വിനയാകുന്നതായി നിങ്ങൾ കരുതുന്നുണ്ടോ? മലയോര മേഖലയിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾ കരുതുകയാണോ? അതിൻ്റെ ഒരു ആനുകൂല്യം കുറേ അൻവറും അല്ലെങ്കിൽ BJP അവിടെ കേരള കോൺഗ്രസ് നേതാവായിരുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു, അവരതിൻ്റെ ആനുകൂല്യം കോൺഗ്രസ് വോട്ടുകളിൽ കൈപ്പറ്റാൻ നോക്കുന്നുണ്ടോ? ഇടതുപക്ഷം ആ വിഷയങ്ങളിൽ എങ്ങനെയാണൊരു അനാലിസിസ് നടത്തുന്നത്? ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, കേരള സർക്കാരിനോട് പ്രത്യേകം ഒരു വിരോധം തോന്നേണ്ട ഒരു പ്രശ്നവും അവിടെ അവശേഷിക്കുന്നില്ല. അവിടെ നല്ല കേരളത്തിൽ ഒരിടത്തും ഏതെങ്കിലും ഒരു കാര്യം ഗൗരവതരമായി കേരള സർക്കാർ പരിശോധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിലെല്ലാം സമയോചിതമായി ഇടപെട്ട് തീരുമാനമെടുക്കുന്നൊരു സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. 9 കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഉത്തരം എന്താണ്? 5 കൊല്ലക്കാലം കഴിഞ്ഞ് 93 നിന്ന് 99 LDF അധികാരം ഏൽപ്പിച്ചതോടുകൂടി 2021 വരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നതാണ് നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ചരിത്രപരമായ ഉത്തരം. പിന്നെ 2021 ശേഷം ഈ സർക്കാർ മോശപ്പെട്ടിട്ടുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. ചോദ്യത്തിന് എന്താണ് ഉത്തരം? നിങ്ങൾ ഏതൊരാൾ ചർച്ചയിൽ പങ്കെടുത്താലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നാം പിണറായി സർക്കാരിനോളം വരുന്നില്ല രണ്ടാം പിണറായി സർക്കാർ എന്നാണ്. എന്നാൽ 9ാം വർഷം എത്തിയപ്പോൾ ഞങ്ങൾക്കുള്ള കോൺഫിഡൻസ് എന്താണ്? ഇപ്പോൾ മന്ത്രിസഭാ വാർഷികത്തിൻ്റെ ഒരു മാസക്കാലം മുഖ്യമന്ത്രിയുടെ നേതൃത്വം കൊടുത്ത ക്യാമ്പയിൻ, LDF ക്യാമ്പയിൻ വളരെ വിജയകരമായി. കണ്ണിൽപ്പെടുന്ന മാറ്റങ്ങൾ നാട്ടിലുണ്ടായിരിക്കുകയാണ്. ഇന്ന് മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചി ജലമെട്രോ രാജ്യത്തെ ഏക ജലമെട്രോയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ 21 സംസ്ഥാനങ്ങൾ ജലമെട്രോ നിർമ്മിക്കുന്നതിൻ്റെ കൺസൾട്ടൻ്റായി കേരളത്തിലെ ജലമെട്രോ കമ്പനിയെ നിയമിക്കുന്നതോടുകൂടി പണം ഒഴുകുകയാണ് കേരളത്തിലേക്ക്. ഒരു കാര്യം. 2, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എക്സ്റ്റൻഷനായി ഒരു തുറമുഖ നഗരം വളരുകയാണ്. ആ നഗരം തിരുവനന്തപുരത്തല്ല അവസാനിക്കുന്നത്. അത് ഒരു ത്രികോണം പോലെ വന്ന് കൊട്ടാരക്കര വന്ന് തെന്മല വരെ എത്തി നിൽക്കുന്ന ഒരു പുതിയ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിലേക്ക് എത്തിച്ചേരുന്ന വിധം ശബരി റെയിൽവേ ആദ്യം, അടുത്ത ഘട്ടം അത് വിഴിഞ്ഞത്തേക്ക് നീട്ടാൻ ഉള്ള പരിശ്രമം. കേരള സർക്കാർ പണം മുടക്കാൻ തയ്യാറാണ്. കേന്ദ്രം പണം തന്നില്ലയോ? നമ്മൾ കേരളം പണം മുടക്കും. ഇങ്ങനെ അതാ മുഖ്യമന്ത്രി ഡൽഹി പോയിട്ട് ചർച്ച നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളയിൽ സംഭവിച്ചില്ലെങ്കിൽ പുതിയ വഴി പോകാൻ കേരളത്തിലെ പിണറായി സർക്കാരിന് അറിയാം. ഇങ്ങനെ വല്ല പദ്ധതിയും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന നാമം ജപിച്ചിട്ട് കാര്യമില്ല. വെറുതെ വികാരം ഉണ്ടാവില്ല. എന്തിന് വികാരം ഉണ്ടാകണം? ഒരു കുടിശ്ശികയെ ബാക്കിയുള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2000 2500 ആക്കും. ഇത് കൈക്കൂലിയാണ് നിങ്ങൾ പറഞ്ഞ പിന്നെ നാട്ടുകാർ നിങ്ങൾ കോട്ട് ചെയ്യുമോ? രണ്ടാമത്തത്, ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം. ഞാൻ ചോദിക്കുന്ന ചോദ്യം, കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എത്രയോ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി നടത്തിയ എല്ലാ പ്രസംഗങ്ങളും നമ്മുടെ മുമ്പിലില്ലേ? എന്തുകൊണ്ട് അവർ ജമാഅത്തെ ഇസ്ലാമിയെ വെറുക്കുന്നു, തൊട്ടുകൂടാത്തവരായി കാണുന്നു? ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് അത് മാറ്റി നിർത്തുന്നു? അവർ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല പറയണത്. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുപോലെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന മതരാഷ്ട്രം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് മതപണ്ഡിതന്മാർ പറയുന്നത്, മുസ്ലിം ലീഗ് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങേപ്പുറത്ത് സമസ്ത പറയുന്നത്, കാന്തപുരം സാഹിബ് പറയുന്നത്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? അപ്പം മതപണ്ഡിതന്മാരൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. അത് BD സതീശന് വേണ്ടി ഇപ്പം മാറ്റും ആളുകൾ. എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ആളുകളെ ചേർത്ത് നിർത്താൻ പറ്റുന്നൊരു നയമല്ല BD സതീശൻ എടുത്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് കേന്ദ്രത്തിലെ കോൺഗ്രസിന് ബാധ്യതയായി ഈ തെരഞ്ഞെടുപ്പ്. എന്താണ്? വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണല്ലോ നിലമ്പൂർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധം. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഈ കളി. അത് BJP രാജ്യത്തെല്ലാം ഉപയോഗിക്കില്ലേ? നേരത്തെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പച്ചക്കൊടി ലീഗ് എടുത്തപ്പോൾ അത് പാകിസ്ഥാൻ്റെ കൊടിയാന്ന് പറഞ്ഞപ്പോൾ കൊടി താഴ്ത്തു വെച്ച ഒരു രീതി ഉണ്ടല്ലോ അവിടെ. അങ്ങനെ എടുക്കേണ്ട വന്നിടത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടി പൊങ്ങുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ആത്മഹത്യാപരമായ യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയത്. ഒരു തരത്തിലും കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂർ.